നമസ്കാരം. വെൽക്കം ടു ഡയമണ്ട് സ്പോർട്സ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം ഒഡീഷ എഫ് സിയുമായിട്ടാണ് മത്സരം. വരുന്ന തിങ്കളാഴ്ചയാണ് മത്സരം. കൊച്ചിയിൽ വെച്ചാണ് മത്സരം. ഒഡീഷ എഫ് സി നിലവിൽ 21 പോയിൻ്റാണ് അവർക്കുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സിന് 17 പോയിൻറ്റും. രണ്ട് ടീമും തമ്മിലുള്ള പോയിൻ്റ് വ്യത്യാസം 4 പോയിൻ്റ് മാത്രമാണ്. രണ്ട് ടീമും ആദ്യ പാദ മത്സരത്തിൽ ഒഡീഷയിൽ വെച്ച് 2-2 കേരള ബ്ലാസ്റ്റേഴ്സ് സമനില നേടുകയായിരുന്നു. ആദ്യ പാദ മത്സരത്തിൽ KBFCയിൽ റിൻസിച്ചുണ്ടായിരുന്നു. നല്ല രീതിയിൽ തന്നെ ഡിഫെൻഡ് ചെയ്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് അന്ന് സമനില നേടിയത്. ഈ വരുന്ന മത്സരത്തിൽ ഡ്രിൻസിച്ച് ഉണ്ടാവില്ല. ഡ്രിൻസിച്ചിനും ഐബനും സസ്പെൻഷനിലാണ്. പക്ഷേ ഐബൻ്റെ സസ്പെൻഷൻ പിൻവലിച്ചതിനാൽ ഐബൻ സന്ദീപിന് പകരം ഫസ്റ്റ് 11-ൽ ഉണ്ടാകും എന്ന് തന്നെ കരുതാം. കൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്റ്റാർ സ്ട്രൈക്കർ ജീസസ് ജിമിനസ് പരിക്ക് മാറി തിരിച്ചെത്തിയിട്ടുണ്ട്. അത് കേരള ബ്ലാസ്റ്റേഴ്സിന് വലിയൊരു അനുകൂല ഘടകമാണ്. കൂടാതെ ഇഷാൻ പണ്ഡിതയും പരിക്ക് മാറി തിരിച്ചെത്തിയത് കേരള ബ്ലാസ്റ്റേഴ്സിന് ആശ്വാസകരമായ ഘടകമാണ്. ഇവർ രണ്ടുപേരും വരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അറ്റാക്കിനെ കുറച്ചുകൂടി ഗുണകരമാണ്, ശക്തമാക്കി മാറ്റും എന്ന കാര്യത്തിൽ സംശയമില്ല. ഡ്രിൻസിച്ചിൻ്റെ അഭാവത്തിൽ കോയഫ് എങ്ങനെ ഡിഫൻസ് കൈകാര്യം എന്ന് കണ്ടു തന്നെ അറിയണം. പ്രത്യേകിച്ച് ഡിയാഗോ മൗറിഷ്യോ 7 ഗോളും 4 അസിസ്റ്റുമായി അദ്ദേഹം നിലവിൽ നല്ല ഫോമിലാണ്. അതുകൂടാതെ ഡോറിൽട്ടനും കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഒഡീഷയിലേക്ക് പോയി രാഹുലും കഴിഞ്ഞ മത്സരത്തിൽ ഒഡീഷയ്ക്ക് വേണ്ടി ഗോളുകൾ നേടിയിട്ടുണ്ട്. ഇവർ 3 പേരും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിൽ നല്ല രീതിയിൽ ത്രെട്ട് കൊടുക്കാൻ കഴിയുന്ന പ്ലെയേഴ്സാണ്. ഇവർ 3 പേരെയും ശ്രദ്ധിക്കേണ്ട ഘടകങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്. അവരുടെ പ്ലേയിങ് 11-ൽ സ്ഥിരമായി കാണുന്ന മിഡ്ഫീൽഡിൽ ഉണ്ടാകുന്ന പ്ലെയേഴ്സാണ് ബോമസും പൂട്ടിയും. അവർ രണ്ടുപേരും സസ്പെൻഷനിലാണ്. കേരള ബ്ലാസ്റ്റേഴ്സുമായുള്ള മത്സരത്തിൽ ഇവർ രണ്ടുപേരും ഇല്ല എന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അനുകൂല ഘടകമാണ്. അത് കേരള ബ്ലാസ്റ്റേഴ്സ് എത്രത്തോളം യൂട്ടിലൈസ് ചെയ്യും എന്നും അത് കേരള ബ്ലാസ്റ്റേഴ്സിന് കൂടുതൽ അനുകൂലമാണ്. കൂടാതെ മുർത്താദ ഫോൾ തിരിച്ചെത്തി എന്നത് ഒഡീഷയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ആശ്വാസമാണ്. നിലവിൽ അദ്ദേഹം 4 ഗോളും 4 അസിസ്റ്റുമായി അറ്റാക്കായാലും ഡിഫൻസ് ആയാലും സെറ്റ് പീസ് ആയാലും കമ്പൈൻഡായി കൊണ്ടുപോകാൻ കഴിയുന്ന ISLലെ ഒരു മികച്ച മിഡ്ഫീൽഡറാണ് അഹമ്മദ് ജാഹു. അദ്ദേഹം തിരിച്ചെത്തുന്നത് അവർക്കൊരു ആശ്വാസമാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തെ സൂക്ഷിക്കണം. കൂടാതെ ISLലെ മോസ്റ്റ് സക്സസ്ഫുൾ പാസുകളിൽ ജാഹു നിലവിൽ 4ാം സ്ഥാനത്തും മുർത്താദ ഫോൾ 5ാമതുമാണ്. ഇവർ രണ്ടുപേരും അറ്റാക്കും ഡിഫൻസും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന പ്ലെയേഴ്സാണ്. ഇവരുടെ നീക്കങ്ങൾ തടയിടുക എന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന് ചെയ്യേണ്ട കാര്യമാണ്. ISLൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച ഡിഫൻഡർ കൂടിയാണ് മുർത്താദ ഫോൾ. പ്രത്യേകിച്ചും അദ്ദേഹം സെറ്റ് പീസ് വരുന്ന സമയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കൂടുതൽ ത്രെട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടാകും. ആ സമയങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തെ കൂടുതൽ ശ്രദ്ധിക്കണം. ഒഡീഷ എന്നാലും അവരുടെ അറ്റാക്കായാലും ഡിഫൻസായാലും കമ്പൈൻഡായി കൊണ്ടുപോകുന്ന ഒരു സന്തുലിത ടീമാണ്. കേരള ബ്ലാസ്റ്റേഴ്സിനെ നിലവിൽ ശക്തമെന്ന് പറയാൻ അവരുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അറ്റാക്കിംഗ് വിങ് തന്നെയാണ്. എന്നാലും കേരള ബ്ലാസ്റ്റേഴ്സ് 2-3 ഗോളുകൾ അടിക്കാൻ സാധ്യതയുണ്ട്. ഡിഫൻസിൽ ഡ്രിൻസിച്ചില്ല. ആ ഒരു ഘടകം പരിഹരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ മത്സരത്തിൽ നല്ല ഡിഫൻസ് ആണ് കാഴ്ചവെച്ചത്. 9 പേരുമായി നല്ല രീതിയിൽ തന്നെ ഡിഫൻസ് ചെയ്താണ് പഞ്ചാബുമായുള്ള മത്സരം വിജയിച്ചത്. അതേ രീതിയിൽ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്ത് കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് എത്ര ഗോൾ അടിക്കാം എന്ന് നിങ്ങൾ കൂടി കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഈ ചാനലും വീഡിയോയും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വൺസ് അഗെയിൻ താങ്ക് യു ഫോർ വാച്ചിങ്.